നമസ്കാരം. ട്രാവൽ ആൻഡ് ഏട്ടൻ്റെ മറ്റൊരു ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ വെക്കേഷന് കറങ്ങി തിരിച്ചു വരാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. പ്രകൃതി ഒരുക്കിയ അത്ഭുത കാഴ്ചകളുള്ള മനോഹരമായ ആ വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ പേരാണ് പാണിയേലിപ്പോര്. വനത്തോട് ചേർന്ന് കാട്ടുരുവികൾ, ചോലകൾ, പാറക്കെട്ടുകൾ, മരങ്ങൾ, കൊച്ചു കൊച്ചു ഇടവഴികൾ എന്നിങ്ങനെ വിസ്മയകരമായ ഒട്ടനവധി സംഭവങ്ങളവിടെ എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലാണ് വനത്തോടും നഗരത്തോടും ചേർന്നൊഴുകുന്ന പാണിയേലി പോരുള്ളത്. പെരുമ്പാവൂരിൽ നിന്നും 23 കിലോമീറ്റർ അകലെയുള്ള വേങ്ങൂർ പഞ്ചായത്തിലാണ് ഈ ടൂറിസ്റ്റ് സ്പോട്ട് ഉള്ളത്. നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഉച്ചയായിട്ടോ. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിലിരുന്ന് തന്നെ കഴിക്കണം. പുറത്ത് ഫുഡ് കഴിക്കാൻ അവർ സമ്മതിക്കില്ല. വനമേഖലയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ വണ്ടിയിൽ വെച്ച് തന്നെയാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഫുഡ് അകത്തേക്ക് കൊണ്ടുപോകാനും അവർ സമ്മതിക്കില്ല. നല്ല രീതിയിലുള്ള ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ അതെല്ലാം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക. അതുപോലെ തന്നെ ഫുഡ് ഇവിടെ കഴിക്കാൻ വേണ്ടി ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡ് മാത്രമേ അകത്തിരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡാണെങ്കിൽ വണ്ടിയിൽ വെച്ച് തന്നെ കഴിക്കണം. അങ്ങനെ ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാലേ, നമ്മൾ ഇവിടെ പൈസ എടുക്കില്ല ടിക്കറ്റിന്. ഒന്നിലേക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡ് സ്വൈപ്പ് ചെയ്യണം. ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുന്ന കേസ് വളരെ റെയറാണ്. എന്ന് വെച്ചാൽ അവിടെ റേഞ്ച് നല്ല രീതിയിൽ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ എനിക്കൊന്നും ഗൂഗിൾ പേ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ അടുത്ത് BSNLൻ്റെയും എയർടെലിൻ്റെയും സിം ഉണ്ടായിട്ട് പോലും എനിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് കാർഡ് വഴിയാണ് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയത്. മുതിർന്നവർക്ക് ഒരാൾക്ക് 60 രൂപയും കുട്ടികൾക്ക് 15 രൂപയും കാറിന് 35 രൂപയാണ് പാർക്കിംഗ് ഫീസ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കെല്ലാം കൂടി 185 രൂപയായി. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 2026 മെയ് മാസത്തിലാണ്. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കുളിക്കൽ തന്നെയാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള ടൈമാണ്. അപ്പോൾ കുളിക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പോരിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറായൊരു സംഭവമാണ്. നമുക്ക് പോരിൽ കുളിക്കാൻ ഒരു അവസരം കിട്ടുന്നത് ഈ വേനൽക്കാലത്ത് മാത്രമാണ്. വേനൽക്കാലത്ത് മാത്രം ഇതുപോലുള്ള ക്ലിയർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം ഇറങ്ങാൻ ശ്രമിക്കുക. വെള്ളം ഒരുപാട് കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും ഇറങ്ങരുത്. അതിൻ്റെ അപകട സാധ്യതകൾക്ക് ഒരുപാടുണ്ട്. ഞാൻ വഴിയെ പറയാം. അപ്പോൾ മഴക്കാലത്ത് ഒരു കാരണവശാലും അവർ നമ്മളിവിടെ ഇറക്കില്ല. വേനൽക്കാലത്ത് മാത്രമേ ഇങ്ങനെ കുളിക്കാനൊരു ഓപ്ഷനുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുറേ സമയം ഇവിടെ കുളിച്ചിട്ടോ, ഒരു 3-4 മണിക്കൂറോളം കിടന്ന് കുളിച്ചു. നമുക്ക് വളരെ ചെറിയൊരു ബഡ്ജറ്റിന് വരാൻ പറ്റുന്ന ഒരു പ്ലേസ് കൂടിയാണ് കേട്ടോ ഇത്. പാണിയേലി പോരിലെത്തുന്നവർ ഒരിക്കലും നിരാശയായി മടങ്ങില്ല. പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പറയുകയേ വേണ്ട. അത്രയ്ക്കും ശാന്തവും മനോഹരമാണ് ഇവിടം. പൊതുവെ വേനൽക്കാലത്താണ് ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് ഉണ്ടാവാറുള്ളത്. മഴക്കാലത്ത് പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങോട്ട് ഇറക്കാത്തത് കൊണ്ട് അധികം ആൾക്കാർ ഇങ്ങോട്ട് വരാറില്ല. അതുമാത്രമല്ല, അത്യാവശ്യം നല്ല ഡേഞ്ചറുമാണ്. പെരിയാറിലെ ജലനിരപ്പ് കുറയുന്നതോടെ പോര് വളരെ സുന്ദരിയായി തീരും കേട്ടോ. അതായത് വേനൽക്കാലത്ത് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. മഴക്കാലത്ത് വെറുതെ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ വേനൽക്കാലത്ത് വരുന്നതിനായിരിക്കും എപ്പോഴും ബെറ്റർ. അതുപോലെ തന്നെ പോരിലേക്കുള്ള പ്രവേശന കവാടം മുതൽ ജീവനക്കാരുണ്ടാവും. ടിക്കറ്റ് എടുത്തിട്ട് മുന്നോട്ട് നടക്കുന്ന ഓരോ പോയിന്റിലും നിർദ്ദേശങ്ങൾ നൽകാൻ സെക്യൂരിറ്റികൾ റെഡിയാണ്. പോരിനോട് ചേർന്നും സമീപത്തെ പാർക്കെട്ടുകളിലും സെക്യൂരിറ്റി ജീവനക്കാരുണ്ട്. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പോൾ ഈ കാണുന്ന കുഴിയില്ലേ, ഈ കുഴിയിൽ ആണ് മഴക്കാലത്ത് ആൾക്കാർ പെട്ട് മരണപ്പെടുന്നത്. വെറുതെ പറയുന്നില്ല, മഴക്കാലത്ത് ഒട്ടനവധി ആൾക്കാർ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 90-ന് മുകളിൽ ആൾക്കാർ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. പാറകളിലെ ആഴത്തിലുള്ള കുഴികളിൽ വീണാണ് ഈ കുഴികളിൽ വീണാണ് പലരുടെയും ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഇതുപോലെ ഈ മുള വച്ചുള്ള ഇതുപോലെ ചെറിയ ചെറിയ പാലങ്ങൾ ഇവിടെ ഒട്ടനവധി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് നല്ല ഒഴുക്കുള്ള സ്ഥലങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഈ പാലങ്ങളാണ്. വേനൽക്കാലം ആയിട്ട് പോലും ഇപ്പോഴും കണ്ടില്ലേ ഒഴുക്കുണ്ട്. അപ്പോൾ മഴക്കാലത്തൊന്നും പറയേ വേണ്ട, ഇതിന് മുകളിലൂടെയൊക്കെ വെള്ളം പോകും. അപ്പോൾ ഇത് കൂടുതലും വേനൽക്കാലത്താണ് നമുക്കിത് എൻജോയ് ചെയ്യാൻ കഴിയുന്നത്. ഈ ഒരു കാഴ്ചയൊക്കെ മഴക്കാലത്ത് നമുക്ക് കാണാൻ കഴിയില്ല. കാര്യം ഇതൊക്കെ ഫുള്ള് വെള്ളത്തിൽ മൂടിയിരിക്കും. അപ്പോൾ വേനൽക്കാലത്താണ് നമുക്കിത് ശരിക്കും ഈവനിങ് ഒക്കെ വന്നാൽ ഒരു എൻജോയ് ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ അപകടം വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഇവർ കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ നോക്കിപ്പോയാൽ മതി. എല്ലായിടത്തും അതിൻ്റെ ദിശാമാർക്കൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കിപ്പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സെക്യൂരിറ്റി ജീവനക്കാർ പറയുന്ന കേൾക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടാണ് പല ആൾക്കാരും മരണപ്പെട്ടിട്ടുള്ളത്. ശരിക്കും നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ നടന്നു വരുമ്പോൾ. കാട്ടാനകൾ ധാരാളമുള്ള പ്രദേശമാണ്. നിറയെ ആനപ്പിണ്ടങ്ങൾ കിടപ്പുണ്ട്. രാത്രി വാങ്ങലൊന്നും ഈ ഭാഗത്തേക്കേ വരാൻ പറ്റില്ല. അത്രയധികം ആനകൾ കൂട്ടം കൂട്ടമായി വരുന്നൊരു പ്ലേസാണ് കേട്ടോ അത്. പകൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് കാണാൻ നിങ്ങൾക്ക് കഴിയും. ഒരു നല്ല മഴക്കാറുണ്ട്. ഇപ്പോൾ മെയ് മാസത്തിൽ സാധാരണ ഈവനിങ് മഴ പെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മഴക്കാറുണ്ട്. അപ്പോൾ മഴക്കാറും എല്ലാം കൂടി ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്കത് കാണാൻ.
രാവിലെ 8 മണിയാകുമ്പോൾ ഇത് ഓപ്പൺ ആവും കേട്ടോ. പിന്നെ വൈകിട്ട് 4 മണി വരെയാണ് ടൈം. 4 എന്ന് പറഞ്ഞൊരു 4:30 വരെയൊക്കെ ഏകദേശം ആകുമ്പോഴത്തേക്ക് അവർ ക്ലോസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, കാശ്മീരിൻ്റെയൊക്കെ ഒരു ലുക്ക് ഉണ്ട് ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 4-4:30 4:45 ആകുമ്പോഴത്തേക്ക് ഒരു മാക്സിമം നമ്മളെ അങ്ങോട്ട് തിരിച്ചയക്കും. അപ്പോൾ ഡ്രസ്സ് മാറാനൊക്കെ ഉള്ള കംഫർട്ട് റൂമുകളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ സമയം ഇപ്പോൾ 4:45 അപ്പോൾ നല്ലൊരു മഴക്കാറ് വന്നിട്ടുണ്ട്, അത്യാവശ്യം കാറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഡേഞ്ചറസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അവർ നമ്മളോട് തിരിച്ച് പോകാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ കാറ്റ് കൂടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു പോവാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ പോരിൽ കാണാൻ. അപ്പോൾ ജസ്റ്റ് ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. ഇനിയിപ്പോൾ ജൂണിൽ മഴക്കാലമാണ്, അപ്പോൾ വരണ്ട. വരുവാണെങ്കിൽ ഈ മെയ് അവസാനിക്കുന്നതിന് മുമ്പ് വരുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ശരി ഗൈസ്, ഇത്രയൊക്കെയുള്ളപ്പോൾ കാണാൻ. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് വനത്തിനകത്ത് തന്നെയാണ്. അപ്പോൾ ഈ കാറ്റും മഴയൊക്കെ ഉള്ളപ്പോഴേ മരങ്ങൾ ഒക്കെ നോക്കി കണ്ടും പാർക്ക് ചെയ്യുക. അപ്പോൾ ശരി, മറ്റു വീഡിയോയുമായി മറ്റൊരു ഫ്രൈഡേ 4 മണിക്ക് കാണാം. ബൈ.